നമസ്കാരം. ദ്വാരകയും ബർമൂഡ ട്രയാങ്കിളും ഇത് തമ്മിൽ എന്തോന്ന് ബന്ധം? പറയാം. ഒരു നഗരത്തെ പൂർണ്ണമായും സമുദ്രം വിഴുങ്ങുക, അല്പമകലെ മറ്റൊരു പ്രദേശത്ത് വിമാനങ്ങളും കപ്പലുകളും പെട്ടെന്ന് അപ്രത്യക്ഷമാവുക. ആദ്യത്തെ നഗരമാണ് ദ്വാരക, പിന്നീട് പറഞ്ഞത് ബർമുഡ ട്രയാങ്കിൾ. ശാസ്ത്രത്തിന് അതീതമായ എന്തെങ്കിലും നിഗൂഢതകൾ ഇതിൽ പതിയിരിപ്പുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ആയിരത്തി 1948 ഒരു ഡിസംബർ രാത്രി, കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 28 രാത്രി 10 മണി, ഒരു ഡഗ്ലസ് വിമാനം മിയാമി ബീച്ചിലേക്ക് പറക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് പോർട്ടോറിക്കോ ടു മിയാമി. റോബർട്ട് എന്നായിരുന്നു പൈലറ്റിൻ്റെ പേര്. ഒപ്പം 32 യാത്രക്കാർ. രാത്രി 11:30. പൈലറ്റിൻ്റെ ഒരു സന്ദേശം മിയാമിയിലേക്ക് എത്തുന്നു. പൈലറ്റ് പറയുന്നു, ഇനി 50 മൈൽ ദൂരം മാത്രമേ മിയാമിയിലേക്കുള്ളൂ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കൺട്രോൾ സ്റ്റേഷനിൽ നിന്നും ചോദിക്കുന്നു, എന്താ പ്രശ്നം? ഇൻ്റർകോം ശരിക്ക് വർക്ക് ചെയ്യുന്നില്ല. ദെർ ഇസ് സം ട്രബിൾ. അത് ആ പൈലറ്റിൻ്റെ അവസാന സന്ദേശമായിരുന്നു. അടുത്ത അരമണിക്കൂർ കൺട്രോൾ സ്റ്റേഷനിൽ നിന്നും തിരിച്ചു വിളിച്ചു. ഒരു തവണയല്ല, പലതവണ. പക്ഷേ യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഈ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്ന് മിയാമിയിലേക്ക് കിട്ടുന്നില്ല. എന്തിനു പറയുന്നു? ബർമുഡ ട്രയാങ്കിൾ എന്ന ആ പ്രദേശത്ത് നിന്ന് ആ വിമാനം അപ്രത്യക്ഷമാവുകയായിരുന്നു. എന്താണ് ബർമുഡ ട്രയാങ്കിൾ എന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ ഫ്ലോറിഡ, ബർമുഡ, പോർട്ടോറിക്കോ ഇവ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ത്രികോണാകൃതിയിലുള്ള ഒരു പ്രദേശത്തെയാണ് നമ്മൾ ബർമുഡ ട്രയാങ്കിൾ എന്ന് വിവക്ഷിക്കുന്നത്. ദുരൂഹതകൾ മാത്രം ചൂഴ്ന്നു നിൽക്കുന്ന ബർമുഡ ട്രയാങ്കിളിൽ നിന്ന് വിമാനങ്ങളും കപ്പലുകളും പലവട്ടം അപ്രത്യക്ഷമായിട്ടുണ്ട്. 1. വൈൻഡർമിയർ ദ്വീപിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്ങനെ കേൾക്കും? ദേ വന്നു ദാ പോയി എന്ന മട്ടിൽ അപ്രത്യക്ഷമായ ഒരു ദ്വീപായിരുന്നു വൈൻഡർമിയർ. 1928. ഇങ്ങനെയൊരു ദ്വീപുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി. രേഖകളുണ്ട്, വിശദമായി പരിശോധിച്ചു. ഒരു പഴയ സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകൾ ഈ ദ്വീപിലുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ സൂചനകൾക്കനുസരിച്ച് പൂർണ്ണസജ്ജമായ ഒരു ഗവേഷക സംഘം അല്ലെങ്കിൽ ഒരു പര്യവേക്ഷണ സംഘം ഈ ദ്വീപിനെ ലക്ഷ്യമാക്കി വന്നു. 1928 ഈ ദ്വീപ് ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് ഞാൻ പറഞ്ഞു. ഈ പര്യവേക്ഷണ സംഘം അല്ലെങ്കിൽ ഈ ദൗത്യ സംഘം എത്തിയത് 1930, ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ട്. അത്ഭുതകരമെന്ന് പറയട്ടെ, അങ്ങനൊരു ദ്വീപ് അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ യാതൊരു തെളിവും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നുവെച്ചാൽ എന്താ അർത്ഥം? എന്നുവെച്ചാൽ ആ ദ്വീപ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിത്താണു എന്നർത്ഥം. ബർമുഡ ട്രയാങ്കിളിൻ്റെ പ്രാന്തപ്രദേശമാണിത് എന്നോർക്കുക. മറ്റൊരു സംഭവം, സാൻ ഗ്ലോബ് ദ്വീപ്. ഒരു വിമാനത്തിൻ്റെ യാത്രാവേളയിൽ റഡാറിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട സാൻ ഗ്ലോബ് ദ്വീപിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നു. സ്ഥലം ബർമുഡ ട്രയാങ്കിളിനടുത്തുള്ള ഫ്ലോറിഡയുടെ സമീപ പ്രദേശം. ഒരു അമേരിക്കൻ വിമാനത്തിൻ്റെ റഡാറിൽ ദ്വീപിൻ്റെ ഒരു ഇമേജ് തെളിഞ്ഞു. പൈലറ്റും കോ പൈലറ്റും കൗതുകപൂർവ്വം ആ ദ്വീപിനെ ട്രാക്ക് ചെയ്തു. കൺട്രോൾ സ്റ്റേഷനിലേക്ക് വിവരം പാസ് ചെയ്തു.
ദ്വീപിൻ്റെ സ്ഥാനം കൃത്യമായി അടയാളപ്പെടുത്തി കഴിഞ്ഞ അവരങ്ങോട്ട് പോകുമായിരുന്നല്ലോ, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ട് തിരിച്ചു വരുന്ന വഴി നേരത്തെ കണ്ട ആ പ്രദേശത്തിന് മുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. നേരത്തെ റഡാറിൽ തെളിഞ്ഞു കണ്ട ആ ദ്വീപ് ഇപ്പോൾ കാണുന്നില്ല. ഭയചകിതരായി അവർ പരസ്പരം നോക്കി. കോ പൈലറ്റ് പറഞ്ഞു, പൈലറ്റ്, ഇത് ബെർമുഡ ട്രയാങ്കിൾ പ്രദേശമാണ്. മറ്റൊരു സംഭവം പറയാം. 1962 അത്. സ്ഥലം ബെർമുഡ ട്രയാങ്കിളിൻ്റെ തന്നെ അടുത്ത പ്രദേശത്തുള്ള സയാൻഡ ദ്വീപ്. ഈ ദ്വീപിൻ്റെ മോണിറ്ററിംഗ് ഏതാനും ദിവസങ്ങളായി അല്ലെങ്കിൽ ഏതാനും കാലങ്ങളായി ബ്രിട്ടീഷ് തീര സംരക്ഷണ യൂണിറ്റ് നടത്തി വരികയായിരുന്നു. അപ്പോൾ അവരുടെ കൺട്രോളിലായിരുന്നു ഈ ദ്വീപ് എന്നർത്ഥം. ഒരു ദിവസം മറ്റൊരു സ്ഥലത്തു നിന്നും 15 പേരടങ്ങുന്ന ഒരു ഗവേഷണ സംഘം ദ്വീപിലേക്ക് ഇറങ്ങി. ദിവസം 2 കഴിഞ്ഞു. ആ ദ്വീപിനെ മോണിറ്റർ ചെയ്തു പോന്നിരുന്ന ആ ബ്രിട്ടീഷ് യൂണിറ്റ് കീനായിട്ട് ഇവരെ വാച്ച് ചെയ്യാൻ. അടുത്ത ദിവസം നോക്കുമ്പോൾ ആ 15 പേരുടെ ചലനങ്ങൾ അവിടെ കാണുന്നില്ല. സ്വാഭാവികമായിട്ടും അവരവിടെ എത്തുമല്ലോ. ഓടിപ്പടച്ച് ഈ യൂണിറ്റ് സന്നാഹങ്ങളോടുകൂടി അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ എന്താ കണ്ടത്? ആ ദ്വീപ് അവിടെ കാണുന്നില്ല. 15 പേരിൽ ഒരാളെപ്പോലും കാണുന്നില്ല. മാത്രമല്ല, ദ്വീപ് കംപ്ലീറ്റ് കടലിൽ താഴ്ന്നിരിക്കുന്നു. ദ്വീപുകളുടെ ഈ വാനിഷിംഗ് തിയറിക്ക് എന്തെങ്കിലും ശാസ്ത്രീയമായ വിശദീകരണങ്ങളുണ്ടോ? ഈ ദുരൂഹതകൾ നമുക്ക് പരിശോധിക്കണ്ടേ? അത് പറയും മുമ്പ് നമുക്ക് ദ്വാരകയുടെ കഥ കൂടി കേട്ടിട്ട് വരാം. ദ്വാരക നമുക്കറിയാം, പുരാണങ്ങളിലും ഹിന്ദു വിശ്വാസങ്ങളിലും ശ്രീകൃഷ്ണൻ്റെ രാജധാനി. യാദവന്മാരെ നിരന്തരം ആക്രമിച്ചു പോന്ന ജരാസന്ധനിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ശ്രീകൃഷ്ണൻ വിശ്വകർമാവിനോട് ഉണർത്തിച്ചു, എനിക്കൊരു സെപ്പറേറ്റ് രാജധാനി വേണം, ഇങ്ങനെ ജരാസന്ധൻ വല്ലാതെ ശല്യം ചെയ്യുന്നു. വിശ്വകർമാവ് അതനുസരിച്ച് പശ്ചിമ സമുദ്രതീരത്ത് ഒരു ദ്വീപസമൂഹത്തിൽ ഒരു 3 യോജന വിസ്തീർണമുള്ള ഒരു രാജധാനി പടുത്തുയർത്തി. സഭാപർവത്തിൽ വിശദമായ വർണ്ണനകൾ ഈ രാജധാനിയെക്കുറിച്ച് ഉള്ളതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. 4 വശവും കിടങ്ങുകൾ, 4 മഹനീയ ഉദ്യാനങ്ങൾ, കിഴക്ക് ഭാഗത്തായി ഒരു വലിയ തീർത്ഥം, പിണ്ടാരിക തീർത്ഥം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. 3 വശവും പർവ്വതനിരകൾ. അങ്ങനെ 3 യോജനയുള്ള അല്ലെ 3 യോജന വിസ്തൃതിയുള്ള ഈ രാജധാനി ദ്വാരക എന്ന പേരിൽ അറിയപ്പെട്ടതായി നമുക്കൊക്കെ അറിയാം. ശ്രീകൃഷ്ണൻ വിഷ്ണുപദം പ്രാപിച്ചതോടെ, അതായത് ശ്രീകൃഷ്ണൻ്റെ അന്ത്യം സംഭവിച്ചതോടുകൂടി ഈ ദ്വാരക എന്ന രാജധാനി നേരെ കടലിൽ ആഴ്ന്നു പോവുകയായിരുന്നു. സാമ്പനും യാദവകുലവും തമ്മിൽ പോരടിച്ചതും മുനിശാപം നിമിത്തം ഇരുമ്പുലക്ക പ്രസവിക്കപ്പെട്ടതും ഒക്കെ ആയ കഥകളുണ്ട്. അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച ദ്വീപുകളുടെ വാനിഷിംഗ് തിയറിയും ദ്വാരകയുടെ സമുദ്രത്തിലേക്കുള്ള ആഴ്ന്നിറങ്ങലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചില സമാനതകളില്ലേ? അത് പറയുമ്പോഴാണ് ചില ശാസ്ത്രീയ നിഗമനങ്ങളിലേക്ക് നാം എത്തിച്ചേരുന്നത്. ടെക്ടോണിക് പ്ലേറ്റുകളുടെ സഞ്ചാരപഥത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? യുറേഷ്യൻ പ്ലേറ്റുകളും ഇന്ത്യൻ പ്ലേറ്റുകളും തമ്മിലുള്ള സമ്മർദ്ദം കൊണ്ടാണ് ഈ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ ഹിമാലയം ഉയർന്നു വന്നത് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ പ്ലേറ്റുകളുടെ സമ്മർദ്ദം കൊണ്ട് ഹിമാലയം പോലുള്ള പർവ്വതനിര ഉയർന്നു വരാമെങ്കിൽ ഈ പ്ലേറ്റുകളുടെ സമ്മർദ്ദം കൊണ്ട് ഇതേപോലെ ഉയർന്നു നിൽക്കുന്ന ദ്വീപുകൾ താഴ്ന്നു പോകാനും സാധ്യതയില്ലേ എന്ന് നമ്മൾ പരിശോധിക്കണം. സമുദ്രത്തിൻ്റെ കീഴ്ത്തട്ടിൽ വാട്ടർ കറൻസ് ഉള്ളതായി നാം പഠിച്ചിട്ടുണ്ട്. വാട്ടർ കറണ്ടിൻ്റെ ശക്തിയെക്കുറിച്ച് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടല്ലോ. സഡൻ സബ്മർജൻസ് എന്നൊരു തിയറി സമുദ്ര ഗവേഷകർ പറയുന്നുണ്ട്. ഭൂചലനങ്ങൾ, സുനാമി തുടങ്ങിയ പ്രതിഭാസങ്ങൾ
ഈ സഡൻ സബ്മർജൻസിന് ഒരു കാറ്റലിസ്റ്റായി മാറാറുണ്ട് എന്നും ഗവേഷകർ പറയുന്നുണ്ട്. ഐസ് യുഗത്തിൻ്റെ അവസാന നാളുകളിൽ സമുദ്രനിരപ്പിലുണ്ടായ ക്രമാതീതമായ വർധന മൂലം അറേബ്യൻ തീരം, അതായത് നമ്മുടെ ഗുജറാത്തിൻ്റെ സമീപത്തുള്ള അറേബ്യൻ തീരത്തിലെ സമുദ്രനിരപ്പിന് കാര്യമായ ഉയർച്ച സംഭവിച്ചു എന്നാണ് ഗവേഷണ ഫലങ്ങൾ പറയുന്നത്. അപ്പോഫീസ് എന്ന ഛിന്നഗ്രഹത്തിൻ്റെ ഭൂമിയിലേക്കുള്ള പ്രയാണത്തിൻ്റെ കഥകൾ ഈ അടുത്ത കാലത്ത് നമ്മൾ വാർത്തകളിൽ കേട്ടു. ഗുജറാത്തിൽ നിന്നും അല്പം മാറിയാണ് ലോണാർ തടാകം, മഹാരാഷ്ട്രയിൽ. അതിന് കാരണമായത് ഒരു ഹൈ വെലോസിറ്റി മെറ്ററോയിഡ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആസ്റ്ററോയിഡോ ഭൂമിയുടെ പ്രതലത്തിൽ പതിക്കുന്നതിന് പകരം സമുദ്രജലത്തിലാണ് പതിച്ചതെങ്കിലോ, അവിടെ ഒരു ദ്വീപ് ഉണ്ടായിരുന്നെങ്കിലോ, ആ ദ്വീപിനെന്ത് സംഭവിക്കും? ഡിം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയും ദ്വാരകയുടെ തിരോധാനവും കാലഘട്ടം നോക്കുമ്പോൾ അടുത്തടുത്ത കാലയളവിലാണ് എന്ന് ചരിത്ര ഗവേഷകർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പല ശാസ്ത്ര കാരണങ്ങളും ഞാൻ സൂചിപ്പിച്ചു. അതിലേതെങ്കിലും കാരണങ്ങൾ ഇന്ന് ബർമുഡ ട്രയാങ്കിളിൽ കാണുന്ന ദുരൂഹതകൾക്ക് കാരണമാകുമോ? മഹാസമുദ്രങ്ങളുടെ അടിത്തട്ടിൽ മീഥെയ്ൻ പാളികളുണ്ട്. ഈ മീഥെയ്ൻ പാളികളിൽ നിന്ന് ഉയർന്നു വരുന്ന അല്ലെങ്കിൽ ബഹിർഗമിക്കുന്ന മീഥെയ്ൻ്റെ ഗ്യാസ് കുമിളകൾ ഭീമാകാരമാണ്, അതിശക്തമാണ്, ഭയങ്കര ഊർജ്ജവാഹിനികളാണ്. ഇതിങ്ങനെ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലേക്ക് ഉയർന്നു വന്ന് വൻ കപ്പലുകളെ പോലും മലർത്തിയടിക്കാൻ ത്രാണിയുള്ളതാണെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ഇതിങ്ങനെ വെറുതെ പറഞ്ഞു പോകുന്നതല്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫിയിലെ മുൻ ചീഫ് സയൻറ്റിസ്റ്റായിരുന്ന ഡോക്ടർ രാജീവ് നിഗൻ, അതേപോലെ സമുദ്ര ശാസ്ത്ര ഗവേഷകനായ ഡോക്ടർ റാവു എന്നിവരൊക്കെ ഇതിനെക്കുറിച്ച് പല പേപ്പറുകൾ പല ജേണലുകളിലും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. റീസെൻ്റായിട്ട് ദിവസങ്ങൾക്കുള്ളിൽ വന്ന പത്രവാർത്തകൾ ശ്രദ്ധിച്ചു. ദ്വാരക പര്യവേഷണത്തിനായി വനിതകളായ ആർക്കിയോളജിസ്റ്റുകളുടെ ടീമിനെ ഉൾപ്പെടുത്തിയതായിട്ടാണ് ആ വാർത്തയിൽ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ദൈനംദിനം പുതിയ ഗവേഷണ സംരംഭങ്ങൾ നടന്നു വരികയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പരിണാമം നടക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള ആധുനിക ശാസ്ത്ര സാങ്കേതിക സഹായത്തോടെ ഗവേഷണങ്ങൾ നടന്നു വരികയാണ്. ദിനോസറുകൾ അപ്രത്യക്ഷമായി, ഇല്ലേ? നിയോണ്ടർതാലുകൾക്ക് പകരം ഹോമിയോസേപ്പിയൻസ് വന്നു. ആസ്റ്ററോയിഡുകളുടെ ഭൂമിയിലേക്കുള്ള ഇടയ്ക്കിടെയുള്ള പതനം, അതുമൂലമുണ്ടാകുന്ന ഭൂമിയുടെ ആവാസ വ്യവസ്ഥയ്ക്കും അസന്തുലിതാവസ്ഥയ്ക്കും കാരണമായി തീരുന്ന പ്രകൃതി ദുരന്തങ്ങൾ, ഇതൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഏതോ ഒരു സരസൻ എഴുതിയതാണ് ഏതൊരു മാഗസിനിൽ. ബർമുഡ ട്രയാങ്കിളിലെ ഈ ദുരൂഹതകൾ കാരണം അവിടെ അന്തർഭാഗത്തിൽ മറ്റൊരു ലോകത്തിലേക്കുള്ള ഗേറ്റ് വേ ആയിക്കൂടെയെന്ന് ഭാവനയിലുണ്ടായ ആ ഒരു സ്പാർക്ക് നമുക്ക് ആസ്വാദ്യകരം തന്നെയല്ലേ? ഒരു കാര്യം തീർച്ച, ബർമുഡ ട്രയാങ്കിളിലെ ദുരൂഹതകളും ദ്വാരകാപുരിയുടെ അന്തർധാനങ്ങളും പണ്ട് നടന്ന പരിണാമങ്ങളുടെ തുടർച്ചയാവാനാണ് സാധ്യത. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. ഇതിലെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക. നന്ദി, നമസ്കാരം.